എണിച്ച് നിന്ന് ഓടിച്ചാൽ ജിമ്മിയെക്കാട്ടി പൊക്കം കിട്ടുമോ? യെസ്, ജിമ്മിയെക്കാട്ടി പൊക്കം കിട്ടും ഗൈസ്. കൊള്ളാം, ഇതൊരു ഫൺ ബൈക്ക് തന്നെയാണ് കേട്ടോ. ബ്യൂട്ടിഫുള്ളായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ സിറ്റുവേഷനിലൊക്കെ എണിച്ച് നിന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സ്പൾസ് 200 എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മുടെ എക്സ്പൾസ് 200-ന് ഒരു മെഗാ സക്സസർ എന്ന് പറയാൻ പറ്റുന്ന ഒരു മുതലാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. അഫ്കോഴ്സ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹീറോയുടെ എക്സ്പൾസ് 210 ആണ്. കാണാമല്ലോ, അതിഭീകര ഒരു ബൈക്ക് തന്നെയാണ് നമ്മുടെ എക്സ്പൾസ് 210. കാണാനൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ബൈക്കിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. എപ്പോഴത്തെ പോലെ പെയിൻ സ്കീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കാണാമല്ലോ, ഒരു ബ്ലൂ, ഒരു വൈറ്റ്, പിന്നെ ചെറിയൊരു റെഡ് സ്റ്റിക്കറിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലൂ കളർ പെയിൻറ്റ് കോമ്പിനേഷൻ ഈ ഒരു ബൈക്കിന് പെർഫെക്റ്റ്ലി ചേരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഗ്ലോസി ബ്ലൂ ആണ്, ചെറിയൊരു ഗ്ലിറ്ററി എഫക്റ്റ് ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എന്തുമാത്രം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളറാണ് കേട്ടോ ഈ ഒരു എക്സ്പൾസ് 210-ൽ വരുന്നത്. എക്സ്പൾസ് 210 തന്നെ 2 മോഡലുണ്ട്. ലൈക്ക് നമ്മുടെ പ്രോ വേരിയൻറ്റ്, അതിൻ്റെ കൂടെയുള്ള പ്രോ വേരിയൻറ്റ്, അത് കൂടാതെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് വേരിയൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബൈക്കിൻ്റെ വിശേഷങ്ങളോട് നോക്കാം. കാണാമല്ലോ, നമ്മുടെ എക്സ്പൾസ് 200 കണ്ട പോലത്തെ ഒരു ഫെൻഡറൊക്കെ നമുക്ക് ഈ ഒരു എക്സ്പൾസ് 210-ലും വരുന്നുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ബൈക്കാണ്. അതിപ്പോൾ ഏതൊരു ലൊക്കേഷൻ, ഏതൊരു ഏരിയ നോക്കിയാലും കാണാൻ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഹീറോയുടെ എക്സ്പൾസ് 210. പിന്നെ കാണാമല്ലോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൗണ്ട്. നമ്മുടെ എക്സ്പൾസ് 200 കണ്ടുവന്ന സിമിലർ ഡിസൈനൊക്കെയാണ്. ഒരു എച്ച് എന്ന ഷേപ്പിലുള്ള ലോഗോ പോലെയൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് കീ ഓൺ ചെയ്തുതരാം. DRL കാണാമല്ലോ, ഒരു എച്ച് എന്ന ഷേപ്പിലെ പോലെയുള്ള DRL-ക്ക് അത്യാവശ്യം നമ്മുടെ എക്സ്പൾസ് 200-നെക്കാട്ടി കുറച്ചുകൂടി നല്ലൊരു വിസിബിലിറ്റി ഈ ഒരു ഹെഡ്ലൈറ്റ്സിന് കിട്ടുന്നുണ്ട്. അഫ്കോഴ്സ് LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഹീറോയുടെ എക്സ്ട്രീം 250R ഓടിച്ചല്ലോ, അതിൽ കണ്ടുവന്ന സിമിലർ ഹെഡ്ലൈറ്റ്സ് ആണ്. അത്രയും LED ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ്. 2 ദിവസമായിട്ട് മഴയത്ത് ഓടിക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. ചെറുതായൊരു ഫോഗിങ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു LED ഇൻഡിക്കേറ്റേഴ്സിൽ. ഞാൻ ജസ്റ്റ് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. LED ഇൻഡിക്കേറ്റേഴ്സ് കാണാമല്ലോ, ഈ ഒരു വെട്ടത്തിൽ അത്യാവശ്യം നന്നായിട്ട് ഇതിനെ ഇലുമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ നമുക്ക് LED ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ലുക്കായിട്ടുള്ള ഒരു LED ടെയിൽ ലൈറ്റ്സ് ആണ്. ചെറിയൊരു എച്ചിൻ്റെ ഷേപ്പ് പോലെയൊക്കെ വരുന്നുണ്ട് ആ LED ടെയിൽ ലൈറ്റ്സ്. ഇതിൻ്റെ റിയർ സൈഡ് വ്യൂവും കാണാമല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇത്തവണ ഹീറോ എക്സ്പൾസ് 210 കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കാം. ഫ്രണ്ടിലോട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 41 മില്ലിമീറ്ററിൻ്റെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഒരു 210 മില്ലിമീറ്റർ ട്രാവലുള്ള സസ്പെൻഷൻ ആണ് കേട്ടോ. അഫ്കോഴ്സ് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു മെഗാ കംഫർട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സസ്പെൻഷനിൽ നിന്ന് കിട്ടുന്നത്. ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ്. നല്ല ഡാമ്പിംഗ് ഉണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് 10 സ്റ്റേജ് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ്. ഗ്യാസ് ചാർജ് സസ്പെൻഷനാണ് കേട്ടോ. ഇതൊരു ലിങ്കേജ് ടൈപ്പാണ്. നമ്മുടെ R15 V3 V4-ലെ കണ്ട പോലെ ഒരു ലിങ്കേജ് ടൈപ്പാണ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ലോവർ സ്പീഡ്സിൽ പോകുന്ന ടൈം സോഫ്റ്റ് ആയിട്ടാണ് സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നത് ഈ ലിങ്കേജ് ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ. കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്ററായിട്ട് പോകുമ്പോൾ ഈ ലിങ്കേജ് ടൈപ്പ് നമ്മുടെ സസ്പെൻഷൻ കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫർ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ സ്റ്റെബിലിറ്റി ആൻഡ് കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നതാണ് ഈ ഒരു ലിങ്കേജ് ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ. ഈ റിയർ സൈഡ് സസ്പെൻഷൻ ഒരു 205 മില്ലിമീറ്റർ ട്രാവൽ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റിയർ സൈഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഇതിൻ്റെ സീറ്റ്സിലോട്ട് നോക്കുമ്പോൾ കാണാമല്ലോ, റൈഡർ സീറ്റ്സ് അത്യാവശ്യം ലോങ്ങറാണ്. അതേപോലെ തന്നെ കുഷൻഡും ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് നമുക്ക് റൈഡർ സീറ്റ്സ് കിട്ടുന്നുണ്ട്. മറിച്ച് പില്ലിയൻ സൈഡിലോട്ട് പോകുമ്പോൾ കുറച്ചൊന്ന് കംഫർട്ട് കുറവാണ്. കുറച്ചൊന്ന് സ്പോഞ്ചിനെസ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫർ ആയിട്ടുണ്ട്. റൈഡർ സീറ്റ്സ് പക്കാ കംഫർട്ടബിൾ ആണ് കേട്ടോ. പില്ലിയൻ സീറ്റ്സ് കംഫർട്ടബിൾ ആണ്, അത്ര വലിയ മോശമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല കേട്ടോ. ഇതിൻ്റെ കംഫർട്ട് വെച്ച് ഇതിനെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ടൂറിങ്ങിനൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്കാണ് കേട്ടോ നമ്മുടെ എക്സ്പൾസിൻ്റെ 210. നമുക്ക് എന്തായാലും ബൈക്കിലോട്ടൊന്ന് കയറാം. ബൈക്കിലോട്ട് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ സീറ്റായിട്ട് ഇവിടെ മണലായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നൂത്തെടുക്കാനൊക്കെ കുറച്ച് പാടാണ്. കുഴപ്പമില്ല. എക്സ്പൾസിൻ്റെ സീറ്റായിട്ട് നോക്കുമ്പോൾ ലൈക്ക് 830 മില്ലിമീറ്റർ ആണ്. ഇവിടെ ടാങ്ക് കുറച്ചൊന്ന് നാരോ ആയതുകൊണ്ട് തന്നെ 830 ആയാലും എനിക്ക് അത്യാവശ്യം നല്ല പ്രോപ്പർ പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. 830 എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ ടിപ് ടോപ്പ് മാത്രമായിരിക്കും കിട്ടുന്നതെന്ന്. അല്ല കേട്ടോ, എനിക്ക് പ്രോപ്പർ പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ 6 ഫുട്ടോ അതിൽ കുറവുള്ള ആളാണെങ്കിലും പേടിക്കൊന്നും വേണ്ട, നമുക്ക് പ്രീലോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെയാണ് ഒരു USB ടൈപ്പ് A വെച്ചിരിക്കുന്നത്. എൻ്റെ ഗ്ലൗസ് ഉള്ളതുകൊണ്ട് തന്നെ അധികം ഒന്നും കയറിപ്പോയില്ല. ഒരു USB ടൈപ്പ് A നമുക്കൊരു പോർട്ട് കിട്ടുന്നുണ്ട്. ഫോണോ അത് മറ്റോ ഏതൊരു ഡിവൈസൊക്കെ ചാർജ് ചെയ്ത് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നമ്മുടെ ഹീറോയുടെ എക്സ്ട്രീം 250R കണ്ടുവന്ന സിമിലർ സ്വിച്ചസ് ആണ് ഇതിലും വരുന്നത്. ലൈറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഇൻറ്റിഗ്രേറ്റഡ് സിംഗിൾ സ്വിച്ച്. ഇത് നമ്മുടെ മീറ്റർ കൺസോൾ ടോഗിളിൻ ചെയ്യാൻ, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, റൈറ്റ് സൈഡിൽ ഇഗ്നിഷൻ, ഹസാർഡ്, പിന്നെ ഒരു SOS ബട്ടൺ ഇവിടെ വരേണ്ടതാണല്ലോ. അതോടെ വന്നിട്ട് പ്രോപ്പർ നമ്മുടെ എക്സ്ട്രീം 250R സ്വിച്ച് ഗിയേഴ്സ് ആയേനെ കേട്ടോ. നമുക്ക് എന്തായാലും മീറ്റർ കൺസോളിലോട്ട് നോക്കാം. ഒരു 4.2 ഇഞ്ചിൻ്റെ കളർഫുൾ TFT മീറ്റർ കൺസോളാണ് വരുന്നത്. ഓക്കെ, നമുക്ക് മീറ്റർ കൺസോൾ ഒന്നുകൂടി ഓൺ ചെയ്ത് കാണിച്ചു തരാം. ആദ്യമേ ഹീറോ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഹീറോ എക്സ്പൾസ് മേക്ക് ന്യൂ ട്രാക്സ്. ഓക്കെ,
ഓക്കെ, അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ഇൻ്റർഫേസ് ആണ്. സൈഡിലാണ് വാർണിംഗ് സിമ്പിൾസ് വരുന്നത്. ഇവിടെ ടാക്കോമീറ്റർ, ഹീറ്റ് സെൻസിങ്, റോഡിൻ്റെ അത്, സ്പീഡോമീറ്റർ, ഫ്യൂൽ ഇൻഡിക്കേഷൻ, താഴെ ഓഡോമീറ്റർ. മെനുവിലോട്ട് കയറാൻ ഈ ബട്ടൺ ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ അത് ഒരു 3 to 4 seconds ഹോൾഡ് ചെയ്യുമ്പോൾ മെനു വരുന്നുണ്ട്. ബൈക്കിൽ നമുക്ക് ട്രിപ്പ് 1, ട്രിപ്പ് 2, ABS മോഡ്, 3 ABS മോഡുണ്ട്. റോഡ് നമ്മുടെ ഡ്യുവൽ ചാനൽ ABS ആണ്, 2 ABS വർക്കിംഗ് ആണ്. പിന്നെ ട്രയൽ, അത് നമ്മുടെ ഫ്രണ്ട് ABS മാത്രമായിരിക്കും ഓൺ, റിയർ സൈഡ് ABS കട്ട് ഓഫ് ചെയ്യും. പിന്നെ ഓഫ് റോഡ് മോഡ്, അത് 2 ABSും കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യും. അതായത് ABS മൊത്തത്തിലാണ് അടച്ച് പൂട്ടുന്നതായിരിക്കും. നമുക്ക് ഓഫ് റോഡ് കൊണ്ടുവന്ന് ഫ്രണ്ട് ബ്രേക്ക് ലോക്ക് ചെയ്യാനും റിയർ ബ്രേക്സ് ഒക്കെ ലോക്ക് ചെയ്ത് അൾട്ടിമേറ്റ് ഫണ്ണായിരിക്കും. അതൊരിക്കലും റോഡിലോട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. പിന്നെ നമുക്ക് തിരിച്ച് ബാക്കിലോട്ട് വരുമ്പോൾ ഡിസ്പ്ലേ, ബാക്കിലോട്ട് വരുമോ, കമോൺ, ഡിസ്പ്ലേ നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ് ആണോ, മീഡിയത്തിലാണ് കിടക്കുന്നത്, നമുക്ക് ഹൈ ഇട്ട് വയ്ക്കാം എന്തായാലും. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ വിഡ്ജസ് ഒക്കെ ആഡ് ചെയ്യാൻ ഡേറ്റ് ആൻഡ് ടൈം, കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിൾ ആണ്. ഓഫ്കോഴ്സ് അറിയാമല്ലോ, ഇപ്പോൾ ഏത് മീറ്റർ കൺസോളാണ് ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിൾ അല്ലാതെ വരുന്നത്. അപ്പോൾ നമുക്ക് കോൾ, മ്യൂസിക്, നാവിഗേഷൻ, അങ്ങനെ സംഭവങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് അറിയേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു മീറ്റർ കൺസോളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ബൈക്ക് ബാക്കിലോട്ട് എടുക്കാം, കുറച്ചുകൂടി നല്ല വെട്ടം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം. ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ക്ലച്ചൊക്കെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് അല്ല, നോർമൽ ലിവേഴ്സാണ് വരുന്നത്. അത്യാവശ്യം ലൈറ്ററായിട്ടുള്ള ക്ലച്ചാണ്. ബ്രേക്കും അത്യാവശ്യം പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്പോഞ്ചി കൈൻഡ് ഓഫ് ബ്രേക്സ് ആണ്. വേറെ ഇവിടെ ഫ്രണ്ടിൽ ഏരിയ ഒന്നും പറയാനില്ലല്ലോ. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഒരു 13 liters ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. ഈ ഒരു എഞ്ചിൻ വെച്ച് നമുക്ക് ഒരു 30 അല്ലേ, ഒരു 390-400 ഒക്കെ ഈസി ആയിട്ട് ഒരു ടാങ്ക് റേഞ്ച് നമുക്ക് ഈ ഒരു എക്സ്പൾസിൻ്റെ 13 liters ടാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഈ എക്സ്പൾസ് 210 ഒരു എക്സ്പൾസ് 210 ആക്കി എടുത്ത ഈ ഒരു എഞ്ചിനെ പറ്റി സംസാരിക്കാം. ബിക്കോസ് ഇതിൽ വരും നമ്മുടെ ഹീറോയുടെ കരിസ്മ XMR ഉണ്ടല്ലോ, അതിൽ കണ്ടുവന്ന സെയിം എഞ്ചിനാണ്. ഒരു 210cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പൾസ് 210 വരുന്നത് കേട്ടോ. ഈവൻ XMRൻ്റെ എഞ്ചിനാണെങ്കിലും ചെറിയ ഡിഫറൻസ് ഓഫ് ട്യൂണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് പ്രോക്കറ്റ് ടീത്തൊക്കെ റിയർ സൈഡിൽ കൂടുതലാണ്. ഐ തിങ്ക് 46 teeth സംതിങ് ആണ് റിയർ സൈഡിൽ കൂടുതൽ. 46 teethലാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലോ ആൻഡ് ടോർക്കൊക്കെ പൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഓഫ് റോഡ് ബൈക്കാണ്, ട്രയലാണ്, എല്ലാത്തിനും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ ലോ ആൻഡ് ടോർക്ക് നമുക്ക് അതേപോലെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുമ്പോൾ ഒരു 24.6 PS പവറും ഒരു 20.7 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡിൽ പോകുന്ന ടൈം ഹാർഡായിട്ട് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്താലും ടയർ ലോക്കിംഗ് ഒന്നും അങ്ങനെ പെട്ടെന്നൊന്ന് ഇംപ്രോപ്പറായിട്ട് റൈഡിംഗ് ഒന്നും പോകില്ല കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ ബൈക്കിൽ നിന്ന് കാണാത്ത വൺ ഓഫ് ദ തിങ് ആണ്, കാണാമല്ലോ, നമുക്ക് ഈ ബ്രേക്ക് ലിവേഴ്സൊക്കെ ജസ്റ്റ് ഒരു സ്പാൻഡർ യൂസ് ചെയ്ത് നമുക്ക് ഇത് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് റെസ്റ്റ്, ഓഫ് കോഴ്സ് ഓഫ് റോഡ് ബൈക്കാണ്, കാണാമല്ലോ, അത്യാവശ്യം നല്ലൊരു ബാക്ക് ലോ ഗ്രിപ്പൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് റബ്ബർ ബുഷ് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് വിട്ടാൽ മതി, കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്രിപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് ഓഫ് റോഡ് പോകുന്ന ടൈം. പിന്നെ പില്ലിയൻ ഫുഡ് റെസ്റ്റൊക്കെ അത്യാവശ്യം ഈസിയാണ്. പില്ലിയൻ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ലെഗൊക്കെ വെക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ബ്രേക്സിനെ പറ്റി നോക്കാം. ബ്രേക്സിനെ പറ്റി നോക്കുമ്പോൾ ഒരു 276 mm ഒരു പെറ്റൽ ഡിസ്ക് റോട്ടേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ബൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഈവൻ ദോ ഇതൊരു ആക്സിൽ മൗണ്ടഡ് ആയ കാലിപ്പേഴ്സാണ് വരുന്നതിൽ കൂടി. ആ ബ്രേക്കിംഗ് ഭയങ്കര അധികം ഷാർപ്നെസ് ഇല്ല. പിന്നെ ഇതിൻ്റെ ABS മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഷാർപ്നെസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റിയർ സൈഡ് നോക്കാം. റിയർ സൈഡ് ഒരു 220 mm ഡിസ്ക് റോട്ടേഴ്സാണ്. അവിടെ നമുക്ക് നിസിൻ്റെ കാലിപ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സിംഗിൾ പിസ്റ്റൺ കാലിപ്പേഴ്സാണ്. റിയർ സൈഡ് നമുക്ക് ABS കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഭയങ്കര ഫണ്ണാണ്. എസ്പെഷ്യലി കാണാമല്ലോ, ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അത്യാവശ്യം അടിച്ച് പൊളിച്ചാണ് വന്നത്. പിന്നെ എഴുന്നേറ്റ് നിന്ന് ഈ ഒരു ഏരിയയിൽ ഓടിക്കാൻ പറ്റില്ല, മൊത്തത്തിൽ മണൽത്തരിയാണ്. എഴുന്നേറ്റ് നിന്ന് ഓടിച്ചാൽ ബൈക്ക് ഒരു സടിച്ചായിരിക്കും. എന്തായാലും ഫണ്ണായിരുന്നു ഇങ്ങോട്ട് ഓടിച്ച് വരാനൊക്കെ. നമുക്ക് എന്തായാലും ടയേഴ്സിൻ്റെ കാര്യം നോക്കാം. ഫ്രണ്ട് സൈഡിൽ ഒരു 90 സെക്ഷൻ്റെ ടയേഴ്സാണ്. നമുക്ക് TVSൻ്റെ യൂറോ ഗ്രിപ്പാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ട് സൈഡിൽ പിന്നെ ഒരു 21 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് കാണാമല്ലോ. പക്ഷേ വൺ ഓഫ് ദ ഡ്രോബാക്ക് എന്ന് പറയാൻ ഇതിൽ ട്യൂബ്ഡ് ടയറാണ് വരുന്നത്. ഇപ്പോൾ ഇതേപോലത്തെ ലൊക്കേഷനൊക്കെ വന്ന് ഒരു പഞ്ചറാവുന്ന കാര്യം ആലോചിച്ച് നോക്കി പെട്ടുപോകും. അവിടെയാണ് നമ്മുടെ ട്യൂബ്ലെസ്സിന് ഭയങ്കര അധികം ബെനിഫിറ്റ്സിൽ വരുന്നത്. ഈ ഒരു ബൈക്കിൽ അതുകൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത്യാവശ്യം നന്നായിരുന്നേനെ. റിയർ സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഒരു 120 സെക്ഷൻ്റെ ടയേഴ്സാണ് വരുന്നത്. ട്യൂബ്ഡ് ടയറാണ്, 18 ഇഞ്ച് സ്പോക്ക് വീൽസാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. വീൽ ബേസൊക്കെ അത്യാവശ്യം നൈസാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു അജിലിറ്റിയും കിട്ടുന്നുണ്ട് റോഡിൽ ഓടിക്കുന്ന ടൈം. പിന്നെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കാണാമല്ലോ, ഇവിടെ ഒരു റിഫ്ലക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഇപ്പുറ സൈഡാണ് കേട്ടോ വരുന്നത്. ഒരു സൈഡാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ബൈക്ക് ഇപ്പോഴും ഓണാണോ? ബാറ്ററി ഡെയിൻ ആവണ്ട.
ഓക്കെ, നമുക്ക് ഇവിടെയാണ് ഒരു കൂളൻ സിസ്റ്റം, അതിലേക്ക് എയർ അതിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പാറ്റേൺ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം, അത്യാവശ്യം നന്നായിട്ട് തന്നെ നീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 220 mm ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ചെറുതായിട്ട് മണ്ണ് തെറിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു തരി മണ്ണ് പോലും ഇവിടെ തട്ടിയിട്ടില്ല. ബിക്കോസ് അത്രമാത്രം ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ബെൻ പൈപ്പിലൊക്കെ എന്തെങ്കിലും വന്ന് അടിക്കുമെന്നുള്ള പേടിയേ വേണ്ട. ബിക്കോസ് നല്ലൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു അലുമിനിയം ബാഷ് പ്ലേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയ എക്സ്പൾസ് 200 കാണാത്ത വൺ ഓഫ് ദി തിങ് ആണ്, ഒരു ഗ്രാബ് റെയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് അത്യാവശ്യം എക്സ്ട്രീം ഓഫ് റോഡൊക്കെ പോകുന്ന ടൈം ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ബൈക്ക് പുള്ളി ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫോം ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ വൈസറുണ്ട്. ഐ തിങ്ക് ഇതിനെക്കാട്ടി വലിയൊരു വൈസർ കൂടി നമ്മുടെ ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞ റോങ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാമെന്ന് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നക്കിൾ ഗാർഡ് വന്നു, പക്കിലെ ക്വാളിറ്റി ഇല്ല, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് പേർപ്പസ് ചെയ്ത് നല്ലൊരു പേർപ്പസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മിറേഴ്സൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിൽ വരുന്ന ഡീറ്റെയിൽസൊക്കെ കംപ്ലീറ്റ്ലി അറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ എക്സോസ്റ്റ് നോക്കുമ്പോൾ കാണാമല്ലോ, എൻ്റെ ബെൻ പൈപ്പ് നമ്മുടെ എഞ്ചിൻ്റെയൊക്കെ താഴെ കൂടെയാണ് പോകുന്നത്. പക്ഷേ ഒരു അപ്സെപ്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ്. കേൾക്കാൻ അത് ഭീകര സൗണ്ടാണ് കേട്ടോ. എസ്പെഷ്യലി റോഡിലോട്ടൊക്കെ പോകുന്ന ടൈം, RPM ഒക്കെ കയറി വന്ന ടൈമൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ് ഈ ഒരു എക്സോസ്റ്റ്. പഴയതിനെക്കാട്ടി എന്തുകൊണ്ടും 100% ഞാൻ പറയുന്നത് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ എക്സോ സൗണ്ടിൻ്റെ കാര്യത്തിൽ. എന്തായാലും നമുക്ക് ബൈക്ക് ഒന്ന് ഓൺ ചെയ്ത് എക്സോ സൗണ്ട് ഇവിടെ നിന്ന് കേൾക്കാം, എന്നിട്ടൊരു ഷോർട്ട് റൈഡ് പോവാം. ഹീറോ ഓപ്പണായി വരൂ, ഫ്യൂൽ പമ്പൊക്കെ റെഡിയായി വരൂ, കമോൺ. ഓക്കെ, കേൾക്കാമല്ലോ. ഈ തിരമാലയുടെ ശബ്ദത്തിൻ്റെ ഇടയിലും അത്യാവശ്യം നന്നായില്ല ലൗഡായിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് ലൗഡായിട്ട് നിൽക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സോ സൗണ്ടിങ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് റൈഡ് തന്നെ പോവാം. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹീറോ എക്സ്പൾസിൻ്റെ 210 എടുത്തിട്ട് കുറച്ചൊന്ന് പാടാണ്, ഇവിടെ മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബാലൻസ് ചെയ്ത് പോകാം. ഇവിടെ നിന്ന് കരയെത്തിക്കാൻ വേണ്ടി കുറച്ചൊന്ന് പാടാണ്, മൊത്തത്തിൽ മണൽത്തരികളാണ്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇങ്ങോട്ട് വന്ന് കയറാൻ. കുഴപ്പമില്ല, പോകുന്നുണ്ട് എക്സ്പ്രസ്. സെക്കൻഡ് ഗിയർ ഇട്ട് പുള്ളി ചെയ്ത് നോക്കാം. കുഴപ്പമില്ല കേട്ടോ, സെക്കൻഡ് ഗിയറിൽ അത്യാവശ്യം പോകുന്നുണ്ടല്ലോ. ചേട്ടാ അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു. ആരടാ ഇത് എക്സ്പൾസ് കൊണ്ടുവന്നു? വേണ്ട, അധികം സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പ് എടുക്കും. ഇവിടെ നിറച്ച് മണ്ണാണ്, പിന്നെ ബീച്ചിൽ വന്ന മണ്ണല്ലാതെ. ഓക്കെ, കരയത്താറേ കമോൺ. ഓക്കെ, അങ്ങനെ ഫൈനലി റോഡ് എത്തിയിട്ടുണ്ട്. ഗൈസ്, ഹൈവേയിൽ എത്താൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു B-roll എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ബൈക്ക് പെട്ടെന്ന് അങ്ങ് ഒരു സ്ലീപ്പ് മോഡിപ്പോൾ ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഡ്രെയിൻ ആയെന്നാണ് തോന്നുന്നത്. പിന്നെ ഭാഗ്യത്തിന് ഇവിടുത്തെ ഹീറോ, നമ്മുടെ കണിയാരത്തുള്ള ഹീറോയുടെ ഒരു സർവീസിൽ അച്ചു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ റോഡിൽ വെച്ച് കണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ബൈക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കിട്ടി. ഇവിടം വരെ പുള്ളിക്കാരൻ ചവിട്ടിത്തള്ളി. പിന്നെ ഇവിടെ നിന്ന് ബാറ്ററി റീചാർജ് ചെയ്ത് അഭിൽജിത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ സെറ്റ് ചെയ്ത് തന്നു. താങ്ക്സ് അഗെയിൻ ടു പ്രവീൺ ബ്രോ, സർവീസ് മാനേജർ. എല്ലാവരും കൂടെ ചേർന്ന് വണ്ടിയിലേക്ക് ഒരു 10 മിനിറ്റിനകത്ത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് തന്നു. താങ്ക്സ് ടു ദിയ ഹീറോ കണിയാപുരം അഗെയിൻ. നമ്മുടെ ഇഞ്ചക്കിനാണ് വണ്ടി എടുത്തെങ്കിലും പെട്ടെന്നൊരു പണി വന്നപ്പോൾ നമുക്ക് കണിയാപുരത്തുനിന്ന് റെഡിയാക്കി കിട്ടിയത്. എന്തായാലും നമുക്കിനി ബാക്കി റിവ്യൂവിലോട്ട് പോവാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് നടന്നു ഹീറോ എക്സ്പൾസ് 210 എടുത്തിട്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ തന്നെ കണ്ടു കാണും, നല്ല ലോ ആൻഡ് ടോർക്ക് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഗിയേഴ്സ് സ്പീഡ് പെട്ടെന്ന് ക്ലൈംബ് ചെയ്ത് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ടോർക്ക് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക്. നമുക്ക് എന്തായാലും ഹൈവേസിലോട്ട് എത്തിയിട്ട് ബാക്കി റിവ്യൂ കണ്ടിന്യൂ ചെയ്യാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് കാണാമല്ലോ, അത്യാവശ്യം ഡെഡ് ട്രാഫിക്കാണ്.
എന്തായാലും ട്രാഫിക്കിൻ്റെ കാര്യം കൂടെ പറയാം. ഇവിടെ ഓടിച്ചിട്ട് വെച്ച് എങ്ങനെ ഉണ്ടെന്നും കൂടെ ഞാൻ ഹൈവേ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. നല്ല അത്യാവശ്യം വെട്ട് റോഡ് ട്രാഫിക് അറിയാമല്ലോ, നല്ല ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഹൈവേസിലോട്ട് എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഓപ്പൺ റോഡുണ്ട്, ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹീറോ എക്സ്പ്രസ് 210 എടുത്തിട്ട് എക്സ്പ്രസ് 200 പോലെ 5 സ്പീഡ് അല്ല, നമുക്കൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 6th ഗിയർ. നല്ല വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലിറ്റി റിയർ ആൻഡ് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങളോടെ ചർച്ച ചെയ്യാം. ഇതിൻ്റെ ക്ലച്ച് സൈഡ് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലൈറ്ററാണ് കേട്ടോ. ഇതിൽ വൺ ഓഫ് ദി മേജർ തിങ് ഇതിൽ മിസ് ചെയ്യുന്ന അഫ്കോഴ്സ് ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ തന്നെ. ഈ ബൈക്കിൽ ക്വിക്ക് ഷിഫ്റ്റർ ഒരു ക്രൂസ് കൺട്രോളോടെ ഉണ്ടായിരുന്നെങ്കിൽ ദി അൾട്ടിമേറ്റ് ടൂർ എന്ന് പറയാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളായി മാറി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു CC കാറ്റഗറിയിൽ കേട്ടോ. പിന്നെ കണ്ടായിരുന്നല്ലോ പെർഫോമൻസ് ഒക്കെ നമ്മുടെ 200 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടി നല്ലൊരു പെർഫോമൻസ് നമുക്കിത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മിഡ് എൻഡ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു എക്സ്പൾസ് 210-ൽ. പിന്നെ ലോ എൻഡ് നമുക്കിപ്പോൾ ലൈക്ക് 46 ടീത്ത് ആണെന്ന് തോന്നുന്നു റിയർ സൈഡ് വരുന്നത്. ഐ തിങ്ക് 46 ആണെന്ന്. ആ ഒരു ടീത്തിൻ്റെ ഒരു ചേഞ്ച് കൊണ്ടുവന്നുകൊണ്ട് തന്നെ XMR-ന് അത്യാവശ്യം നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. XMR-ൽ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ എഞ്ചിൻ നമ്മുടെ എക്സ്പൾസ് 210-ൽ കിടലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്കിംഗ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ബ്രേക്കിംഗ് ഈ ഒരു റോഡ് മോഡ്, അതായത് ABS മോഡായിട്ടുള്ള റോഡ് മോഡിൽ ABS കുറച്ചുകൂടി ഒന്ന് പ്രോഗ്രസീവാണ്. നമുക്ക് ഫ്രണ്ട് ആൻഡ് റിയർ ABS അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ട്രയൽ മോഡ് ഇട്ടാൽ കുറച്ചുകൂടി ABS പ്രോപ്പറായിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ വർക്ക് ചെയ്യും, റിയർ ABS കട്ട് ഓഫും ചെയ്യും. എന്തായാലും നമുക്കത് പോകുന്നതിന് മുന്നേ ഒന്ന് ചെയ്യാം. അത് ഓൺ ദി റൈഡ് പറ്റില്ല, നമ്മൾ ബൈക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. റെവ് മാച്ചിങ് ഒരു രക്ഷയില്ല കേട്ടോ ഈ ബൈക്കിൽ. ന്യൂട്രൽ. ഓക്കെ, ABS മോഡ് ബൈക്ക് എടുത്തിട്ട് ലൈക്ക് ABS മോഡ് താഴെ കാണാമല്ലോ. ABS മോഡ് എടുക്കുക, ട്രയലിലോട്ട് ഇടുക. ഓഫ് റോഡ് നമുക്ക് വേണ്ട, ബിക്കോസ് ഓഫ് റോഡ് ആകുമ്പോൾ കംപ്ലീറ്റ് ഫ്രണ്ട് ആൻഡ് ABS-ഉം ഷട്ട് ഡൗൺ ആവുന്നതാണ്. ഓക്കെ, പോവാം. ഈ ഒരു മോഡിൽ നമുക്ക് ഫ്രണ്ട് സൈഡ് കുറച്ചുകൂടി നല്ലൊരു ഷാർപ്പറായിട്ടുള്ള ബ്രേക്കിംഗ് കിട്ടും. ലൈക്ക് റോഡ് മോഡിനെക്കാട്ടി നല്ലൊരു ബ്രേക്കിംഗ് കിട്ടും. ഇതിൻ്റെ എക്സോസ്റ്റ് ഒരു രക്ഷയില്ലാത്ത എക്സോസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു, മേ ബി ബിക്കോസ് ഓഫ് ഈ ഒരു പുതിയ ഒരു ബൈക്കിൻ്റെ മോഡൽ. അതേപോലെ തന്നെ ഈ ഒരു എക്സോസ്റ്റ് നമുക്ക് പറയുമ്പോഴേക്ക് ഒരു 210cc കാട്ടി നന്നായിട്ടൊരു ലൗഡായിട്ടുള്ള എക്സോസ്റ്റാണ്. ഒരു 210cc ആണെന്ന് തോന്നില്ല വെളിയിൽ നിന്ന് പോകുന്ന ടൈം. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഓടിപ്പിച്ചായിരുന്നു, ജസ്റ്റ് ഇതിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് ഒരു പേഴ്സ്പെക്റ്റീവ് കാണാനായിട്ടല്ലേ. ലൈക്ക് റോഡ് സൈഡ് പോകുന്ന ടൈം അന്യായ ലുക്കാണ് കേട്ടോ ഈ ഒരു എക്സോസ്റ്റ് 210. ആൾക്കാർ എന്തായാലും നോട്ടീസ് ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദി മേജർ തിങ് ഇതിൻ്റെ ബ്ലൂ കളർ, പുതിയ ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ. രണ്ടാമത്തെ തിങ് ഇതിൻ്റെ എക്സോസ്റ്റ് തന്നെയാണ് കേട്ടോ. കിടിലൻ എക്സോസ്റ്റ് സിസ്റ്റം, ഒരു അപ്സെപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് സിസ്റ്റം. നന്നായിട്ട് ഇതിനെ സൗണ്ട് ചെയ്യുന്നുണ്ട്. ആ റവ് മാച്ചിങ് കേൾക്കാൻ ലൈക്ക് ഒരു ചെറിയൊരു പോപ്സ് ആൻഡ് ബാങ്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു എക്സോസിൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ ട്രാഫിക് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, വെട്ട് റോഡ് നമുക്ക് കഴക്കൂട്ടമുള്ളവർക്കൊക്കെ അറിയാം വെട്ട് റോഡുള്ള ട്രാഫിക്. ആ ഒരു ട്രാഫിക്കിൽ അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് ചെയ്യാതെ ഹീറോ നന്നായിട്ട് വർക്ക് ചെയ്തു. ലൈക്ക് ഫാനൊന്നും ഓണായിട്ടില്ല. ലൈക്ക് ഇതിൻ്റെ ലിക്വിഡ് കൂൾ സിസ്റ്റം അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 200cc മോട്ടോർ സൈക്കിൾ ഹീറ്റ് ചെയ്യുന്നു. നമ്മുടെ KTM 200 അത്ര പോലും ഹീറ്റ് ചെയ്യുന്നില്ല ഈ ഒരു 210cc. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡ് നമുക്ക് അത്യാവശ്യം സോഫ്റ്റർ ആയിട്ടുള്ള സസ്പെൻഷനാണ്. ഹൈ സ്പീഡ്സിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സ്റ്റെബിലിറ്റി, ഭയങ്കര അമേസിങ് സ്റ്റെബിലിറ്റി എന്ന് പറയില്ല, പക്ഷേ അത്യാവശ്യം നല്ല ഡീസൻറ്റ് സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഹൈ സ്പീഡ്സിൽ, കോർണേഴ്സിലൊക്കെ. പക്ഷേ റിയർ സൈഡ് സസ്പെൻഷൻ അന്യായ സസ്പെൻഷനാണ്. ബിക്കോസ് ഈ ഒരു ലിങ്കേജ് ടൈപ്പ് സസ്പെൻഷൻ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ലോ സ്പീഡ്സിൽ നല്ല സോഫ്റ്ററായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് പെർഫെക്റ്റ് കംഫോർട്ട് വരുന്നുണ്ട്. എന്നാൽ ഹൈ സ്പീഡ്സ് പോകുമ്പോൾ ഒരു പ്രോപ്പർ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. ഹാർഡറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ആ റിയർ ആൻഡ് സൈഡിൽ നിന്ന് ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ് നമുക്ക് റിയർ സൈഡ് കിട്ടുന്നത്. പിന്നെ ഈ വൈസർ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് ഞാൻ ഓടിച്ച എക്സ്ട്രീം 250R ഈ ഒരു 120-ലൊക്കെ അന്യായ വിൻഡ് ബ്ലാസ്റ്റ് ആയിരുന്നു കേട്ടോ.
നന്നായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്ലിപ്പർ ക്ലച്ച് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മീറ്റർ കൺട്രോൾ ജസ്റ്റ് കുറച്ചൊന്ന് ബ്രൈറ്റ്നെസ് കൂട്ടി നോക്കട്ടെ. വേണ്ടല്ലോ, പെട്ടെന്ന് ഗിയർ ബോക്സ് ഒക്കെ ക്രിസ്പാണ്, ഭയങ്കര ക്രിസ്പാണ്. ലൈക്ക് പെട്ടെന്ന് ഷടപടെ ന്യൂട്രലൊക്കെ ആവുന്നുണ്ട്. ഡിസ്പ്ലേയിൽ കയറിയിട്ട് ബ്രൈറ്റ്നെസ് ഓട്ടോമാറ്റിക് മാറ്റി ഹൈ ഇടാം. നല്ല വെയിലാണ്. നിങ്ങൾക്ക് മീറ്റർ കൺസോൾ എന്തുമാത്രം ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. കേൾക്കാലോ എക്സോസ്റ്റ്, ബ്യൂട്ടിഫുൾ സൗണ്ട് എക്സോസ്റ്റ് ആണ് ഗൈസ്. പിന്നെ ഗിയർ ബോക്സ് പറഞ്ഞ പോലെ ലോ സ്പീഡ്സിൽ ചില ടൈം എനിക്കൊരു ഫാസ്റ്റ് ന്യൂട്രലിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഓഫ് റോഡിങ് എടുക്കുന്ന ടൈം ചില ടൈം നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട് ആ ഒരു ന്യൂട്രൽ. എല്ലാ സമയവും വരുന്നില്ല, പക്ഷെ ചില അൺവാണ്ടഡ് ടൈംസിൽ ഫാസ്റ്റ് ന്യൂട്രൽ വരുന്നുണ്ട്. അതൊരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. പിന്നെ ത്രോട്ടിൽ നിന്ന് കാണാമല്ലോ, റൈറ്റ് ബൈ വയർ അല്ല, പുഷ് പുൾ കേബിളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പ്രൈസ് കട്ടൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ലേ. നമുക്ക് ഈ ഒരു ഹീറോ എക്സ്പൾസ് 210 വരുന്നത് ഒരു 2,29,000 രൂപയ്ക്കാണ് കേട്ടോ. ഈ ഒരു പ്രൈസ് പോയിന്റിൽ അന്യായ ഒരു ഡീല് തന്നെയാണ് കേട്ടോ നമ്മുടെ ഓൾ ന്യൂ ഹീറോ എക്സ്പൾസ് 210. അത്യാവശ്യം നല്ലൊരു ബൈക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ബൈക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ അറിയുകയാണെങ്കിൽ ഞാൻ എന്തായാലും കോൺടാക്ട് നമ്പറൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഈഞ്ചയ്ക്കിലുള്ള ഷോറൂമിലെ നമ്പറാണ്. അവിടെ ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ ബൈക്ക് എടുക്കാൻ ചെന്നപ്പോൾ തന്നെ മോർ ദാൻ ഒരു 10 എക്സ്പൾസ് 210 ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ എക്സ്ട്രീം 250R അവിടെ ഉണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോറൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹീറോയുടെ എല്ലാ ബൈക്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്യുക. നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. മീറ്റർ കൺസോൾ ഈ ഒരു വെയിലത്ത് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് വിസിബിൾ ആവുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോയിൽ എന്തുമാത്രം വിസിബിൾ ആണെന്ന് അറിയില്ല, ബിക്കോസ് എൻ്റെ വെയിൽ ഓപ്പോസിറ്റാണ് അടിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വെയിലത്ത് എങ്ങനെയാണ് മീറ്റർ കൺസോൾ ക്യാമറയിൽ വരുന്നത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കാണാമല്ലോ, ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യുന്ന ഓടിച്ച് ബാക്കിയുള്ളവരെ അറ്റൻഷൻ പിടിച്ച് പറ്റുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് ഒരു ജമ്പൊക്കെ എടുക്കുന്നുണ്ട്. ലൈക്ക് റോഡിൽ നടുക്കിലേക്ക് ഹീറ്റ് എക്സ്പാൻഷനൊക്കെ വരാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് കിട്ടുന്നുണ്ട് ആ ഒരു ഏരിയയിലേക്ക്. പിന്നെ നമുക്കിതിൻ്റെ ഹൈ സ്പീഡ്സിൽ ലോവർ ഗിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് ഇറ്റിക്ക് ലെഫ്റ്റ് സൈഡ് പിടിക്കാം, നേരിട്ട് 60 ഗിയറിലോട്ട് ഇടാം. 60 ഗിയറിൽ 30 പോട്ടെ 29 നോക്കിംഗ് ഇല്ല, 25 നോക്കാം. ഓക്കെ 20-ലൊക്കെ നോക്കിംഗ് ഉണ്ട്. 6th ഗിയർ 20, ഓക്കെ 5th ഗിയർ 25. ഈ ഒരു ഗിയറിലൊന്നും നോക്കിംഗ് ഇല്ല, കള്ളം പറയുന്നതല്ല കേട്ടോ. പെർഫെക്റ്റ്ലി ഒരു വൈബ്രേഷനിലോ ഒന്നുമില്ല, ക്ലീൻ ആയിട്ട് ബൈക്ക് എടുക്കുക. നമുക്കെന്തായാലും ബൈക്ക് പിക്ക് ചെയ്ത് പോകുന്ന നോക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു മിഡ് RPM ഒരു 6000 RPM കഴിഞ്ഞപ്പോൾ ആ പവർ ഒന്ന് കിക്കിനായേ. പോകുന്നുണ്ടല്ലേ, ഈസി ആയിട്ട് പോകുന്നുണ്ട്. നമുക്കിതിലൊരു 110-ലേക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അധികം വിൻഡ് ബ്ലാസ്റ്റ് 110-ൽ വരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല വിൻഡ് ബ്ലാസ്റ്റ് വരുന്നുണ്ട്. 110-110-ലേക്ക് അത്യാവശ്യം ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാം. നല്ല സ്റ്റാമിനയൊക്കെ കിട്ടും. അധികം വിൻഡ് ബ്ലാസ്റ്റ് അടിക്കാത്തതുകൊണ്ട് തന്നെ പ്രോപ്പർ റൈഡൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മൈലേജ് ഫിഗേഴ്സൊക്കെ പറയാനാണെങ്കിൽ ലൈക്ക് ഒരു 30 to 40 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളുടെ റൈഡിങ് ഇതേപോലെയൊക്കെ ആണെങ്കിൽ മേ ബി ലൈക്ക് ഒരു 30 to 33 ഒക്കെ ആയിട്ട് കട്ട് ഡൗൺ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ലൈക്ക് ബൈക്ക് എഡിറ്റ് ചെയ്ത് ഓടിക്കാനാണെങ്കിൽ നിങ്ങളുടെ ടാങ്കൊക്കെ നല്ല നാരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് കംഫർട്ടബിൾ ആയിട്ട് ടാങ്കൊക്കെ ഹഗ് ചെയ്ത് ഓടിക്കാം. എന്തായാലും പറയുന്നതിനെക്കാട്ടി കാണിച്ചു തരാമല്ലോ, നല്ല ഈസി ആയിട്ട് ഓടിക്കാം. ട്രയൽസൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ നല്ല ഈസിയാണ്, നല്ല മാനേജബിൾ ആണ് കേട്ടോ. ബൈക്ക് കംപ്ലീറ്റ്ലി അജൈലാണ്, ഈസി ആയിട്ട് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ XMR-ൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് നമ്മുടെ ലൈക്ക് പ്യുവർ സൗണ്ട് വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും കൂടെ ഒരു സ്റ്റെബിലിറ്റി ചെക്ക് നോക്കാം. ചെറിയൊരു സൈഡ് വലുവുണ്ട് കേട്ടോ, കാണാമല്ലോ. ലെഫ്റ്റ് സൈഡിലോട്ട് ചെറുതായിട്ട് പോകുന്നുണ്ട്. ആ ഓരോ റെവ് മാച്ചിങ്ങിലും ആ ഒരു എക്സോസ് ഒരു രക്ഷയില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. ചെറിയൊരു പൊട്ടലൊക്കെ ലൈക്ക് ഒരു പോപ്സ് ആൻഡ് ബാങ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹൈ RPMസിലും അത്യാവശ്യം നന്നായിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല.
ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫ് റോഡിങ് ട്രയൽ അതേപോലെ തന്നെ ടൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് നോക്കുന്നതെങ്കിൽ ഹീറോയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഹീറോ എക്സ്പൾസ് 210 ദ ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ. ബിക്കോസ് പെർഫോമൻസ് കണ്ടില്ലേ, മോർ ദാൻ ഒരു 210cc പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട് ഈ ഒരു ഹീറോ എക്സ്പൾസ്. ഒരു രക്ഷയില്ല. ഇതിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ടൊരു ക്വിക്ക് ഷിഫ്റ്ററൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ആഡ് ചെയ്യണം. ബിക്കോസ് ആ ഒരു റൈഡിങ് പ്ലഷർ വേറെ തന്നെയാണ്. അതിപ്പോൾ ഓഫ് റോഡിങ് പോകുന്നുണ്ടെങ്കിലും ട്രയൽസ് ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ബിക്കോസ് സൺഡേ ഞാൻ KTMൻ്റെ അഡ്വഞ്ചർ 390 S ഓടിച്ച ടൈം അതിൽ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അത് ഓഫ് റോഡിങ്ങിനായാൽ പോലും ഭയങ്കര ഫണ്ണാണ് കേട്ടോ. ലൈക്ക് ക്ലച്ച് പുള്ളിയും ചെയ്യേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകാം. ഇതിലും പറ്റും, ജസ്റ്റ് ത്രോട്ടിലൊന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി. കാണാമല്ലോ, ഇതേപോലെ ഫ്ലിപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ബൈക്കിൻ്റെ എർഗണോമിക്സിനെ പറ്റി പറയാനാണെങ്കിൽ കാണാമല്ലോ, അത്യാവശ്യം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാസാണ്, നല്ല കംഫർട്ടബിളാണ്. അധികം ലൈക്ക് സ്ട്രെയിൻ ചെയ്തൊന്നും ഓടിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഒരു ഹാൻഡിൽ ബാർ റേസർ കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി കംഫർട്ടബിളാവും. ഒരു 1 ഇഞ്ചിൻ്റെ ഹാൻഡിൽ ബാർ റേസൊക്കെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫുൾ പേക്സ് നോക്കുമ്പോൾ നമുക്ക് നേരെ താഴെയാണ്, കംഫർട്ടബിളാണ്, ലോ ലെഗ് സ്ട്രെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല, ഈസി ആയിട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ. പിന്നെ സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ഓടിച്ച് വെച്ച് 200cc കണ്ടതെന്ന് വെച്ചാൽ ബെസ്റ്റ് സീറ്റ്സ് ആണ്, നല്ല കംഫർട്ടബിളാണ്. റൈഡർ സീറ്റ്സ് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. പില്ലിയൻ സീറ്റ്സ് ഇതിനെക്കാട്ടി റൈഡർ സീറ്റ്സിനെക്കാട്ടി കുറച്ചുകൂടി ഒരു പൊടിക്ക് ഒന്നുകൂടി സ്റ്റിഫറായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ട്രാഫിക്കിലായാലും ഹീറ്റിങ്ങിൻ്റെ കാര്യം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതേപോലത്തെ സിറ്റുവേഷനിലൊക്കെ എണിച്ച് നിന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സസ്പെൻഷനൊക്കെ ലിങ്കേജ് സസ്പെൻഷൻ പൊളിയായിട്ട് ലോ സ്പീഡ്സിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഒരു രക്ഷയില്ല. നമുക്ക് ടാങ്ക് അത്യാവശ്യം നല്ല ഹഗ് ചെയ്ത് പിടിക്കാൻ പറ്റും. എനി ഡേ എവരി ഡേ നമുക്ക് ഇതേപോലെ സുഖമായിട്ട് പോവാം. ഇവിടെ ചെറിയൊരു ജമ്പുണ്ട്, എക്സ്പൾസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഇത്ര നേരം ഓടിച്ച് വെച്ച് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ഒരു ഹീറോ എക്സ്പൾസ് 210. അപ്പോൾ നമുക്ക് അതൊക്കെ തന്നെയായിരുന്നു ഹീറോ എക്സ്പൾസ് 210ൻ്റെ വിശേഷങ്ങളെന്നൊക്കെ പറയാൻ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.